ഫങ്ഷൻസിന്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫങ്ഷൻസ് എങ്ങനെയാണ് എഴുതുന്നത്, ഫങ്ഷൻ വിത്ത് പാരാമീറ്റർ, വിത്തൗട്ട് പാരാമീറ്റർ ഒക്കെ നോക്കിയിരുന്നു. ആൻഡ് വിത്തൗട്ട് റിട്ടേൺ ടൈപ്പ് ആണ് നോക്കിയത്. ഇന്ന് നമ്മൾ വിത്ത് റിട്ടേൺ ടൈപ്പ്, വിത്ത് പാരാമീറ്റർ, വിത്ത് റിട്ടേൺ ടൈപ്പ്, വിത്തൗട്ട് പാരാമീറ്റർ എങ്ങനെയാണ് എഴുതുന്നത് നോക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് എങ്ങനെയാണെന്ന് നോക്കുന്നുണ്ട്. ദെൻ കഴിഞ്ഞ വീഡിയോ നമ്മൾ പൊസിഷണൽ ആർഗ്യുമെന്റ്സ് ആണ് എഴുതിയത്. ദെൻ ഇത്തവണ നമ്മൾ ഓപ്ഷണൽ ആർഗ്യുമെന്റ്സ് എങ്ങനെ എഴുതാം എന്നാണ് നോക്കുന്നത്. ദെൻ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് അറിയാം ഫംഗ്ഷൻ എഴുതാനുള്ള സിൻടാക്സ്. ഐ എം ഗോയിങ് ടു റൈറ്റ് എ ഫംഗ്ഷൻ ലൈക്ക് ദിസ്, ആഡ് നമ്പേഴ്സ്. ഓക്കെ, ദെൻ യു നോ ദ നെയിമിംഗ് കൺവെൻഷൻ. നെയിമിംഗ് കൺവെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫംഗ്ഷൻ നെയിം, വേരിയബിൾ നെയിം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്മോളർ കേസ് ലെറ്റർ വെച്ചിട്ടായിരിക്കും. ദെൻ ഇഫ് യു ഹാവ് ടു വേർഡ്സ്, രണ്ട് വേർഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, നെക്സ്റ്റ് വേർഡ് ക്യാപിറ്റൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ യു ക്യാൻ പുട്ട് an underscore in between. ഓക്കെ, ആൻഡ് ജാവയൊക്കെ പഠിച്ചവർക്ക് അറിയാം, ജാവയിൽ അതേ നെയിമിംഗ് കൺവെൻഷൻ, ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലും ഈ കൺവെൻഷൻസ് സെയിം ആയിരിക്കും, നെയിമിംഗ് കൺവെൻഷൻസ്. ഓക്കെ, ദെൻ നെവർ സ്റ്റാർട്ട് ഇറ്റ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ, ബിക്കോസ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കുക. അപ്പോൾ ഫംഗ്ഷൻസ് വേരിയബിൾസിന്റെ കൂടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അത് എറർ ഒന്നും ആവില്ല, പക്ഷെ എന്താ വെച്ചാൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും, ഇത് ക്ലാസ് ആണോ ഫംഗ്ഷൻ ആണോ എന്നുള്ള കാര്യം. ഓക്കെ, ദെൻ ഫംഗ്ഷൻ പേര്, parenthesis, then curly brace. Then you can have the function body. Print. See, I'm going to add 5 plus 6. Okay, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫംഗ്ഷന്റെ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ കോൾ ചെയ്യും. ഞാൻ ഈ ഫംഗ്ഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റൺ ചെയ്യാൻ വേണ്ടി ഡാർട്ട് ഫയൽ നെയിം ഫംഗ്ഷൻ ഡെമോ ഡോട്ട് ഡാർട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് യുൽ ഗെറ്റ് 11. ഓക്കെ, എപ്പോൾ നിങ്ങൾ ഇത് കോൾ ചെയ്താലും 11 എന്നേ കിട്ടുള്ളൂ. എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് കൂട്ടണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ പാരാമീറ്റേഴ്സ്, സോറി, ഇത് ഇന്റീജർ ആണ് നമ്മൾ കൂട്ടാൻ പോകുന്നത്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന പാരാമീറ്ററിന്റെ ടൈപ്പ് ഞാൻ ഇന്റ്, ഐ എം ഗോയിങ് ടു ഗിവ് ഇന്റ് num1 കോമ ഇന്റ് num2. ഓക്കെ, ദെൻ replace this 5 plus 6 by num1 പ്ലസ് num2. ഓക്കെ, ദെൻ ഇവിടെ ഒരു എറർ ഉണ്ടായിരിക്കും, ബിക്കോസ് ഈ ഫംഗ്ഷന് രണ്ട് പൊസിഷണൽ ആർഗ്യുമെന്റ്സ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, പൊസിഷണൽ ആർഗ്യുമെന്റ് എന്താണ്, മാൻഡേറ്ററി ആർഗ്യുമെന്റ്സ് ആണ്, മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അത് പ്രൊവൈഡ് ചെയ്യണം. സോ 5,10 എന്ന് ഞാൻ പാസ് ചെയ്തു. ദെൻ ഇനി ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ 5ഉം 10ഉം ആയിരിക്കും കൂട്ടുന്നത്. ഈ 5 എവിടെ പോവും, num1 പോവും, 10 എവിടെ പോവും, num2 പോവും. ദെൻ അത് ആഡ് ചെയ്തിട്ട് നമുക്ക് ആ റിസൾട്ട് പ്രിന്റ് ചെയ്ത് കിട്ടും. ദെൻ യു വിൽ ഗെറ്റ് 15. ഓക്കെ, ദെൻ ഈ ഫംഗ്ഷന് പാരാമീറ്റർ ഉണ്ട്, പക്ഷെ എന്തില്ല, റിട്ടേൺ ടൈപ്പ് ഇല്ല. എങ്ങനെയാണ് റിട്ടേൺ ടൈപ്പ് എഴുതുക പറയുന്നത്, ഈ ഫംഗ്ഷൻ ഇതിന്റെ ബോഡി അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതിയത് എന്തിനാണോ, ഈ രണ്ട് നമ്പർ കൂട്ടി നിങ്ങൾക്ക് തിരിച്ച് കിട്ടേണ്ടത് സം ആണ് കിട്ടേണ്ടത്, രണ്ട് ഇന്റീജർ ആണ് നമ്മൾ കൂട്ടുന്നത്, അതുകൊണ്ട് അതിന്റെ സം എന്തായിരിക്കും, ഇന്റീജർ ആയിരിക്കും. യു ആർ ആക്ച്വലി ഗെറ്റിംഗ് ബാക്ക് ആൻ ഇന്റീജർ. സോ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്, നമ്മൾ കോൾ ചെയ്ത ആൾക്ക് അത് തിരിച്ചു കൊടുക്കുന്നത്, ദാറ്റ് ഷുഡ് ബി an integer. So the return type is int add numbers. Then you have an error. Immediately ഇവിടെ ഒരു എറർ വരും, ബിക്കോസ് റിട്ടേൺ ടൈപ്പ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഈ ഫംഗ്ഷൻ ബോഡിയിൽ യു ഹാവ് ടു റിട്ടേൺ സംതിങ്. റിട്ടേൺ വാട്ട് റിട്ടേൺ, എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്, ഇത് റിട്ടേൺ ചെയ്യേണ്ട ടൈപ്പ് ഞാൻ എഴുതി. ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് റിട്ടേൺ ചെയ്യേണ്ടത് സം ഇന്റീജർ വാല്യൂ എന്ത് ചെയ്യണം, അത് റിട്ടേൺ ചെയ്യണം. അത് ഒരിക്കലും ഇത് കൂട്ടിയത് ആയിക്കോണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ റിട്ടേൺ 0 ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ ഇത് ഞാൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, യു വിൽ ഗെറ്റ് എക്സാക്ട്ലി ദ സെയിം റിസൾട്ട്, ബിക്കോസ് വി ഹാവ് എ പ്രിന്റ് ഹിയർ. ഇവിടെ നമുക്കൊരു പ്രിന്റ് ഉണ്ട്. ഐ ആം ഗോയിങ് ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് പ്രിന്റ്. ഈ പ്രിന്റ് ഞാൻ കമന്റ് ചെയ്യാണ്, ഇത് കമന്റ് ചെയ്തു. ദെൻ എനിക്ക് കിട്ടേണ്ടത്, റിട്ടേൺ ചെയ്യേണ്ടത് ഒരു ഇന്റീജർ ആണ്. സോ ഐ ക്യാൻ കാൽക്കുലേറ്റ് ദാറ്റ് ഇന്റീജർ ലൈക്ക് ദിസ്, num1 പ്ലസ് num2. ഓക്കെ, ഇനി ഞാൻ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല, ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല. പക്ഷെ ഫംഗ്ഷൻ കോൾ ചെയ്തു, ഈ കോൾ ചെയ്ത ആൾക്ക് ആക്ച്വലി എന്ത് കിട്ടിയിട്ടുണ്ട്, ഇത് തിരിച്ച് ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്, ഈ നമ്പർ രണ്ടും കൂട്ടിയത്. പക്ഷേ നമ്മൾ ഇവിടെ ഈ പ്രോഗ്രാമിൽ എവിടെയും നമുക്കൊരു പ്രിന്റ് കാണാനില്ല. പ്രിന്റ് ഉള്ളത് ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടാത്തത്, ഇത് കിട്ടാത്തത്, റിസൾട്ടിൽ വരാത്തത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ കോൾ ചെയ്ത ആൾക്ക് ഇത് തിരിച്ച് കിട്ടി, ബട്ട് അയാൾ അത് സ്റ്റോർ ചെയ്തിട്ടോ പ്രിന്റ് ചെയ്തിട്ടോ ഒന്നുമില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാം, res, യു ക്യാൻ ഹാവ് വാർ ആസ് എ ടൈപ്പ്. അതല്ലെങ്കിൽ ഇത് തിരിച്ചു തരുന്ന ഇന്റീജർ ആണ്, ഇന്റ് റിസൾട്ട് എന്ന് എഴുതാം, നോ പ്രോബ്ലം. എഴുതി
then ഇനി എന്ത് ചെയ്യണം, you can print that res. Okay, res, then എന്ത് കിട്ടും, നിങ്ങൾക്ക് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, you will get 15. or simply ഇത് ഇങ്ങനെ എഴുതുന്നതിന് പകരം ഈ ഇതിനെ എടുത്തിട്ട് എക്സാക്ട്ലി ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കോൾ ചെയ്യാം പ്രിന്റിനകത്ത്. ബിക്കോസ് ഇത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതാണ് കിട്ടാൻ പോകുന്നത്, ദെൻ അത് പ്രിന്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, രണ്ടും എക്സാക്ട്ലി സെയിം റിസൾട്ട് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് തരുന്നത്. അപ്പൊ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായാലും ഫംഗ്ഷൻ ഓൾവേസ് റിട്ടേൺ എ വാല്യൂ എന്നാണ്. നേരത്തെ നമ്മൾ റിട്ടേൺ ടൈപ്പ് എഴുതില്ല, ആ റിട്ടേൺ ടൈപ്പ് ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു റിട്ടേൺ എ നൾ. ഇവിടെ എന്തായിരിക്കും, ഇവിടെ എക്സാക്ട്ലി നമ്മൾ ഇന്റ് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യും, ഇത് ഇന്റിജർ റിട്ടേൺ ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് സ്ട്രിങ്, ഇത് സ്ട്രിങ് ആണെങ്കിൽ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, എന്തായിരിക്കും, യു ഹാവ് ടു റിട്ടേൺ എ സ്ട്രിങ് വാല്യൂ, വാട്ട് എവർ സ്ട്രിങ് വാല്യൂ, എന്ത് സ്ട്രിങ് വാല്യൂ ആണോ റിട്ടേൺ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, റിട്ടേൺ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത ആൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, തിരിച്ചൊരു വാല്യൂ ഇയാൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിനാണ് നമ്മൾ റിട്ടേൺ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ദിസ് ഇസ് ഫംഗ്ഷൻ വിത്ത് റിട്ടേൺ ടൈപ്പ് ആൻഡ് വിത്ത് പാരാമീറ്റർ. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണെന്നുള്ളത്, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരിക്കും. എനിവൺ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ വാച്ച് ദ വീഡിയോ. ഓക്കെ, ദിസ് ഈസ് എ ബേസിക് വീഡിയോ, അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്ലട്ടർ കൺസെപ്റ്റ് ഒന്നുമല്ല, ബേസിക് ഡാർട്ട് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, ഇനി പറയാനുള്ളത് എന്താണ്, ദീസ് ആർ പൊസിഷണൽ ആർഗ്യുമെന്റ്സ്. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ടും ഈ ആർഗ്യുമെന്റ് പ്രൊവൈഡ് ചെയ്യണം. പക്ഷേ സപ്പോസ് എനിക്ക് ഇതിൽ ഒരെണ്ണം ഓപ്ഷണൽ ആക്കുകയാണ്, അതല്ലെങ്കിൽ സപ്പോസ് യു ഹാവ് 3 നമ്പേഴ്സ് ഇൻറ്റ് num3, 3 നമ്പേഴ്സ് ഉണ്ട്, ബട്ട് യൂസർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂന്നാമത്തെ നമ്പർ ഓപ്ഷണൽ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു ഓപ്ഷണൽ ആർഗ്യുമെന്റ് പാസ് ചെയ്തു, ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ഇട്ടത്. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരു എറർ വന്നിരിക്കുന്നത് കാണാം. ദാറ്റ് മീൻസ് ദിസ് ഈസ് ആൻ ഓപ്ഷണൽ പാരാമീറ്റർ. യൂസർ അത്, പക്ഷെ ഇതെന്താണ്, പൊസിഷണൽ ആർഗ്യുമെന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ഞാൻ num3 എന്നും കൂടെ എഴുതുകയാണ്, num3. ഓക്കെ, ഇങ്ങനെ എഴുതി. ഇവിടെ ഒരു എറർ ഉണ്ട്. ഈ എറർ ഇത് ഓപ്ഷണൽ ആയതുകൊണ്ട് ഇതിൽ എന്ത് വരാം, മേ ബി ദർ ഇസ് എ ചാൻസ് ഫോർ നൾ, ഇതിനകത്തൊരു നൾ വരാം. ഒന്നുകിൽ അയാൾ കൊടുക്കാം, അല്ലെങ്കിൽ അയാൾ കൊടുക്കാതിരിക്കാം. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇയാൾ കൊടുത്തു എന്നുണ്ടെങ്കിൽ ഓക്കെ, 0. ഇപ്പൊ ഇയാൾ കൊടുത്തത് ഇങ്ങനെയാണ് കൊടുത്തത്, മൂന്നാമത്തെ ഒരു പാരാമീറ്റർ ഞാൻ കൊടുത്തു 10. ദിസ് ഇസ് ഓക്കെ, 3 വാല്യൂ ഉണ്ട്, ഈ 3 എടുത്ത് കൂട്ടും. വാട്ട് അബൌട്ട് ദിസ് തിങ്, മൂന്നാമത്തെ ഒരു വാല്യൂ ഇല്ല, പക്ഷെ ആ മൂന്നാമത്തെ വാല്യൂവിന് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും, യു ആർ ആക്ച്വലി ഗെറ്റിംഗ് എ നൾ ഹിയർ. അപ്പോൾ num1ഉം num2ഉം കൂട്ടി അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു നൾ കൂട്ടാൻ കഴിയില്ല. ആൻഡ് ഈ മൂന്നാമത്തെ ഈ വേരിയബിളിന് നള്ളിനെ ഹോൾഡ് ചെയ്യാനും കഴിയില്ല. അപ്പൊ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, ദെൻ ഇമ്മീഡിയറ്റ്ലി എറർ ഇവിടെ വന്നു. ഓക്കെ, ഇപ്പൊ ഇതെന്തായി, നൗ ഇറ്റ് ഈസ്, ഇവിടെ എന്താവും, 5 + 10 + നൾ എന്നായി വരും. ഞാൻ കൊടുത്തിട്ട് ഇവിടെ ഈ ഒരു കേസാണ് ഞാൻ എടുക്കുന്നത്, 5 + 10 + നൾ എന്നായി വരും. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഡാർട്ട് ഒരു സൗണ്ട് നൾ സേഫ് ആണ്, അതല്ലെങ്കിൽ 100% നൾ സേഫ് ആണെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ദാറ്റ് മീൻസ് നൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രാമിൽ ഉണ്ടെങ്കിൽ മേ ബി പ്രോഗ്രാമിന് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരിക്കും. മേ ബി ആപ്പ് ക്രാഷ് ആവും, അതല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഈ ഒരു എറർ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക, ഇതും ഇല്ല, എവറിത്തിങ് ഈസ് ഓക്കെ, നൾ സേഫ്റ്റി ഉള്ളതുകൊണ്ടാണ് ഈ എറേഴ്സ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ എറർ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പ്രോഗ്രാം എഴുതി റൺ ചെയ്യും. ഓക്കെ, ദിസ് ഇസ് ഓക്കെ, പെർഫെക്റ്റ്ലി ഓക്കെ, ബട്ട് വാട്ട് അബൌട്ട് ദിസ് തിങ്, ഇവിടെ എന്ത് ചെയ്യും, ഇത് വരുമ്പോൾ ഈ രണ്ടാമത്തെ കേസ് വരുമ്പോൾ റൺ ടൈമിൽ, അതായത് നമ്മുടെ കമ്പൈൽ ടൈമിൽ ഇവിടെ എറർ ഒന്നും കാണാനില്ല എന്ന് വിചാരിക്കുക. സപ്പോസ് ഇവിടെ ഇപ്പൊ എറർ ഉണ്ട്, ബിക്കോസ് ഡാർട്ട് സൗണ്ട് അല്ലെങ്കിൽ 100% നൾ സേഫ് ആയതുകൊണ്ടാണ് എന്ത് വന്നേക്കുന്നത്, ഇവിടെ എറർ എഴുതി കാണിക്കുന്നത്. പക്ഷെ ഈ എറർ ഇല്ലാത്തൊരു കേസ് എടുക്കുക, ഫോർ എക്സാമ്പിൾ സി ലാംഗ്വേജ് എടുക്കുക, ഇങ്ങനെ വന്നു, പക്ഷെ ഞാൻ 3 വാല്യൂ കൊടുത്തിട്ടില്ല, 2 കൊടുത്തിട്ടുള്ളൂ, യു വിൽ ഗെറ്റ് ആൻ എറർ, യുവർ പ്രോഗ്രാം വിൽ ക്രാഷ്. ആൻഡ് ഇത്തരം നള്ളിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ നള്ള് വന്നാൽ എന്ത് സംഭവിക്കണം, അല്ലെങ്കിൽ ആ നള്ള് ഒരിക്കലും നിങ്ങളെ പ്രോഗ്രാമിൽ ഒക്കറ് ചെയ്യേയില്ല എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുന്നതുകൊണ്ടാണ് ഡാർട്ട് എന്ത് വരുന്നത്, ഡാർട്ട് 100% നൾ സേഫ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആ നൾ സേഫ്റ്റി എന്നുള്ള കൺസെപ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, നെക്സ്റ്റ് അതിന് വേണ്ടി ഒരു വീഡിയോ ഞാൻ ചെയ്യാം, നൾ സേഫ്റ്റി എന്നുള്ള കൺസെപ്റ്റ് പറയാൻ വേണ്ടി. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, then I am going to have something like this. ഞാൻ ഇങ്ങനെ എഴുതി, and let me make it inside a bracket. Okay, ഇങ്ങനെ എഴുതി.
then you can run this and this നമ്മളിപ്പോൾ പറയുന്നത് ഓപ്ഷണൽ പാരാമീറ്റർ ഓപ്ഷണൽ നോ പൊസിഷണൽ ആർഗ്യുമെന്റ് എങ്ങനെയാണ് ഓപ്ഷണൽ ആക്കിയെന്നാണ്. യു ക്യാൻ പുട്ട് എ സ്ക്വയർ ബ്രാക്കറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ്, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ അതിനെ പെടുത്താം. ആൻഡ് ദീസ് ആർ ഓപ്ഷണൽ ആർഗ്യുമെന്റ്സ്. ഇനി ഞാൻ എന്ത് ചെയ്തു, ഞാൻ അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി യു വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട്. യു ഹാവ് 15 ഐ തിങ്ക്. ഓക്കെ, ലെറ്റ് മീ പ്രിന്റ് ദാറ്റ് റിസൾട്ട് ഓൾസോ. നമ്മളതിൽ പ്രിന്റ് എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് ആദ്യത്തെ വരാറുള്ളത്. ഓക്കെ, ദെൻ ഇനി ഞാൻ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, യു വിൽ ഗെറ്റ് 25 and 15. യുവർ പ്രോഗ്രാം ഈസ് റണ്ണിങ് പെർഫെക്റ്റ്ലി. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, എങ്ങനെയാണ് ഒരു ആർഗ്യുമെന്റിനെ ഓപ്ഷണൽ ആക്കുന്നത്, അല്ലെങ്കിൽ ഒരു പൊസിഷണൽ ആർഗ്യുമെന്റ് ഞാൻ ഓപ്ഷണൽ ആക്കിയതാണ്. എനിക്ക് ഇതിന് പകരം ആർഗ്യുമെന്റ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൊസിഷണൽ ആർഗ്യുമെന്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഐ എം ഗോയിങ് ടു റിമൂവ് ഓൾ ദിസ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷണൽ പാരാമീറ്റർ അല്ലെങ്കിൽ നെയിംഡ് പാരാമീറ്റേഴ്സ് ആക്കി മാറ്റാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് പാരാമീറ്ററിനെയാണോ അല്ലെങ്കിൽ ഏത് സെറ്റ് ഓഫ് പാരാമീറ്ററിനെയാണോ നെയിംഡ് പാരാമീറ്റർ ആക്കേണ്ടത്, ഇപ്പൊ എനിക്ക് ഈ num3 എന്നുള്ളത് നെയിംഡ് പാരാമീറ്റർ ആക്കണം. ദെൻ സിംപ്ലി പുട്ട് എ കേളി ബ്രേസ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ്. ഇതിന്റെ മുന്നേ ഒരു കേളി ബ്രേസ് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് വരും, ദിസ് പാരാമീറ്റർ ഇസ് നൗ ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് എന്തായിരിക്കും, ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് നെയിംഡ് പാരാമീറ്റർ ആണ്. എന്ന് വെച്ചാൽ അതിനെ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഞാൻ ഓഡ് നമ്പേഴ്സിന് ആഡ് നമ്പേഴ്സിനെ കോൾ ചെയ്യുന്നു, ഡോട്ട് ആഡ് നമ്പേഴ്സിനെ കോൾ ചെയ്തു, num1 പ്രൊവൈഡ് ചെയ്തു, ദെൻ യു ക്യാൻ പ്രൊവൈഡ് ദ num2 ബിക്കോസ് ഈ num1 ഉം num2 പൊസിഷണൽ ആർഗ്യുമെന്റ് ആണ്. ബട്ട് ദ തേർഡ് വൺ ഈസ് ഓപ്ഷണൽ പാരാമീറ്റർ. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെയിംഡ് പാരാമീറ്ററും കൂടിയാണ്. ദാറ്റ് മീൻസ് അസൈൻമെന്റ് ഹാപ്പൻ ചെയ്യുന്നത് പാരാമീറ്ററിന്റെ നെയിം വെച്ചിട്ടാണ്. എനിക്ക് വേണ്ടത് num3ലേക്ക് എന്ത് ചെയ്യണം, 25 പാസ് ചെയ്യണം. ഇതാണ് എന്ത്, നെയിംഡ് പാരാമീറ്റർ. ഞാൻ എങ്ങനെയാ പാസ് ചെയ്ത് നോക്കി, പാരാമീറ്റർ നെയിം കോളൺ എ വാല്യൂ എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇത് പാസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്തരം പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്ഷണൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷണൽ പാരാമീറ്റർ പാസ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ പാസ് ചെയ്യണം, പാരാമീറ്റർ നെയിം കോളൺ എ വാല്യൂ. ഇവിടെ അസൈൻമെന്റ് ഹാപ്പൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഇത് പൊസിഷനിൽ ആയതുകൊണ്ട് അതിന്റെ പൊസിഷൻ നോക്കി, ഫസ്റ്റ് പൊസിഷനിലുള്ളത് ഫസ്റ്റ് പൊസിഷനിലേക്ക്, ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ ഇവിടെ സെക്കൻഡ് പൊസിഷനിലേക്ക്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് തിങ്, ഇത് പാരാമീറ്റർ നെയിം നോക്കിയിട്ട് എന്ത് ചെയ്യും, അതിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അസൈൻമെന്റ് ഹാപ്പൻ ചെയ്യുന്നത്. ആൻഡ് യു വിൽ ഗെറ്റ് എക്സാക്ട്ലി ഫംഗ്ഷൻ എക്സാക്ട്ലി പഴയ പോലെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നു. ഞാൻ ഇതിനൊരു പ്രിന്റിന്റെ ഉള്ളിൽ കൊണ്ടിടാണ്. ലെറ്റ് മീ റൈറ്റ് എ പ്രിന്റ് ഹിയർ. ഓക്കെ, then run ചെയ്ത് കഴിഞ്ഞാൽ you're going to get 75 because we have 325. Okay, 75 exactly same result ആയിരിക്കും കിട്ടുന്നത്. ഇനി സപ്പോസ് എനിക്ക് ഇതെല്ലാം ഞാൻ ഓപ്ഷണൽ ആക്കുകയാണ്, ഞാൻ ഈ ബ്രാക്കറ്റ് എടുത്തിട്ട് ഈ കേളി ബ്രേസ് എടുത്ത് ഇതിന്റെ മുന്നേ കൊണ്ട് എഴുതുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ എറർ അടിച്ചിട്ടുണ്ടായിരിക്കും. ഓൾ ദിസ് തിങ്സ് ആർ ഓപ്ഷണൽ. ഇവിടെയൊക്കെ എറർ ഉണ്ടായിരിക്കും ബിക്കോസ് ഓപ്ഷണൽ മീൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇതൊന്നും ഇല്ലാണ്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും. അവിടെയാണ് നമ്മൾ നൾ സേഫ്റ്റി ഒക്കെ അപ്പിയർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് എല്ലാം ഓപ്ഷണൽ ആണല്ലോ. അപ്പോൾ ഈ ഫംഗ്ഷനെ സിമ്പിളി കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒന്നും പ്രൊവൈഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിന് നൾ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കേളി ബ്രേസ് കൊണ്ടിടുന്നുണ്ട്. ഓക്കെ, നോ കേളി ബ്രേസ് അല്ല, ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ടിടുന്നുണ്ട്. മിസ്റ്റേക്ക്, പറഞ്ഞതിലുള്ള മിസ്റ്റേക്ക് ആണ്, കേളി ബ്രേസ് അല്ല ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ദെൻ ഇവിടെ നോക്ക്, ഇവിടെയൊക്കെ എറർ അടിച്ചിട്ടുണ്ട്. സി ലെറ്റ് മീ റൈറ്റ് ലൈക്ക് ദിസ്. ഇതേപോലെ ഞാൻ എഴുതുകയാണ്, നേരത്തെ എഴുതിയ പോലെ. ഓക്കെ, num2 0. ഓക്കെ, ആൻഡ് ലെറ്റ് മീ മേക്ക് put inside a bracket. ഓക്കെ, ദെൻ ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം ഇപ്പൊ നെയിംഡ് പാരാമീറ്റർ ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, num1 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അതിലേക്ക് വാല്യൂ പാസ് ചെയ്യണം. ആൻഡ് num2 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അതിലേക്ക് വാല്യൂ പാസ് ചെയ്യണം. ആൻഡ് യു ഹാവ് num3 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, വാല്യൂ പാസ് ചെയ്യുക. 45 എന്ന് ഞാൻ പാസ് ചെയ്തു. ആൻഡ് ഇതിന് ഓർഡർ ഡസൻ മാറ്റർ ആണ്. ദാറ്റ് മീൻസ് ഇത് ഏത് ഓർഡറിൽ വേണമെങ്കിലും, നിങ്ങൾ ഇവിടെ എഴുതിയത് ഈ ഓർഡറിലാണെന്ന് അതേ ഓർഡറിൽ തന്നെ പാസ് ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് num3 ആദ്യം കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും പാസ് ചെയ്യാം. ബിക്കോസ് ഇവിടെ അസൈൻമെന്റ് ഹാപ്പൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ പാരാമീറ്ററിന്റെ നെയിം നോക്കിയിട്ടാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്, നെയിംഡ് പാരാമീറ്റർ എന്ന് വിളിക്കുന്നത്. ദീസ് ആർ നെയിംഡ് പാരാമീറ്റർ. ആൻഡ് ഇവിടെ ആൻഡ് ഓൾസോ ദീസ് ആർ ഓപ്ഷണൽ ആർഗ്യുമെന്റ്സ്. അത് മാൻഡേറ്ററി ആർഗ്യുമെന്റ്സ് അല്ല, ഓപ്ഷണൽ ആർഗ്യുമെന്റ്സ് ആണ്. സപ്പോസ് നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ നമ്മൾ ഓപ്ഷണൽ ആർഗ്യുമെന്റ് എഴുതി അല്ലെങ്കിൽ നെയിംഡ് പാരാമീറ്റേഴ്സ് എഴുതി,
നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും അല്ലെങ്കിൽ മാൻഡേറ്ററി ആക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് യു ക്യാൻ റൈറ്റ് റിക്വയർഡ് എന്ന് എഴുതാം. റിക്വയർഡ് എന്ന് ഞാൻ എഴുതി കൊടുത്തു. ഈ കീവേഡ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദിസ് വിൽ ബിക്കം ആൻ എ റിക്വയർഡ് പാരാമീറ്റർ. റിക്വയർഡ് പാരാമീറ്റർ ആവും. പക്ഷെ അത് എന്തായിരിക്കും? പൊസിഷണൽ അല്ല, നെയിംഡ് തന്നെ ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ആഡ് നമ്പേഴ്സിനെ നിങ്ങൾക്ക് ഇവിടെ കോൾ ചെയ്യുമ്പോൾ ദിസ് വിൽ ബി എ റിക്വയർഡ് പാരാമീറ്റർ. ഇത് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. ഓൾ അതർ തിങ്സ് ആർ ഓപ്ഷണൽ. ബാക്കിയൊന്നും പ്രൊവൈഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമല്ല, ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് ആയിരിക്കും. ആൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ് തിങ് ഇൻ എ നെക്സ്റ്റ് വീഡിയോ. നൾ സേഫ്റ്റി പറയുമ്പോൾ ഞാൻ പറയാം. ആൻഡ് ഡോണ്ട്, അറിയാത്ത ആളുകൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ള കാര്യം. വാട്ട് ഈസ് നൾ സേഫ്റ്റി എന്നുള്ളൊരു എക്സ്ക്ലൂസീവ് ആയിട്ട് അതിനുവേണ്ടി മാത്രം നമുക്കൊരു വീഡിയോ ചെയ്യാം. നൾ സേഫ്റ്റി മേ ബി ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, എന്താണ് നൾ സേഫ്റ്റി, വാട്ട് ഇസ് ദിസ് ഓപ്പറേറ്റർ ആൻഡ് വാട്ട് ഇസ് ദിസ് ഓപ്പറേറ്റർ ആൻഡ് ദർ ഇസ് വൺ മോർ ഓപ്പറേറ്റർ, ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഇട്ട് കണ്ടിട്ടുണ്ടായിരിക്കും, നൾ ചെക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ അതൊക്കെ എന്താന്ന് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പൊ ഇതാണ് എന്ത് ഈ പറയുന്ന റിക്വയർഡ് പാരാമീറ്റർ ആക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ ഇത് റിക്വയർഡ് ആയതുകൊണ്ട് മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യണം, ഇത് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് വരും? ഇവിടെ ഒരു എറർ വരും. ആ എറേഴ്സ് കണ്ട് ശീലിക്കുന്നത് നല്ലതാണ്. കാരണം കുറെ എറേഴ്സ് കാണുമ്പോൾ നമുക്കത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യാൻ പറ്റുക, എന്താണ് എറർ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഹാപ്പൻ ചെയ്താൽ വാട്ട് ഈസ് ദിസ് എന്നുള്ള കാര്യം പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതിന് ഇവിടെ കണ്ടോ, ഇവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നെയിംഡ് പാരാമീറ്റർ num1 ഈസ് റിക്വയർഡ് ബട്ട് ദർ ഈസ് നോ കറസ്പോണ്ടിങ് ആർഗ്യുമെന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇതിനകത്ത് എന്തുണ്ട്? ഒരു റിക്വയർഡ് പാരാമീറ്റർ ഉണ്ട് num1 ആൻഡ് നമ്മൾ അത് എന്ത് ചെയ്തിട്ടില്ല? പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ യു ഹാവ് ടു പ്രൊവൈഡ് ദിസ് തിങ്. അപ്പൊ ഇതാണ് എന്താണ് named parameter എന്നുള്ളത്. And these are optional parameters, and if you want to make a named parameter required, you have to put this required keyword in front of that parameter. Required keyword ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് റിക്വയർഡ് ആക്കി മാറ്റാൻ കഴിയും. ഓക്കെ, ഐ തിങ്ക് ദിസ് ഈസ് ക്ലിയർ ആൻഡ് വി ഓൾമോസ്റ്റ് കവർ എവറിഥിങ് അബൌട്ട് ഫങ്ഷൻസ്. ആൻഡ് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഫങ്ഷൻസ് ഉള്ള കാര്യം നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി ക്ലിയർ ആയിരിക്കും. എന്താണ്, എങ്ങനെയാണ് ഫംഗ്ഷൻ എഴുതുക, പാരാമീറ്റേഴ്സ് എന്താണ്, പൊസിഷണൽ ആർഗ്യുമെന്റ്സ് എന്താണ്, വാട്ട് ഈസ് ദിസ് റിക്വയർഡ് കീവേഡ്, ഹൗ ടു മേക്ക് എ പൊസിഷണൽ ആർഗ്യുമെന്റ് ഓപ്ഷണൽ, ഹൗ ടു മേക്ക് ഓപ്ഷണൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, സോ വാച്ച് ചെയ്ത് നോക്കുക. ദെൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ദെൻ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഓക്കെ, നൾ സേഫ്റ്റി വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യുന്നത്. ആൻഡ് അത് ആ വീഡിയോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണണം. ഡാർട്ട് അല്ലെങ്കിൽ ഫ്ലട്ടർ ഡെവലപ്മെന്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഈ നൾ സേഫ്റ്റി എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കുക കൺസെപ്റ്റ്. മേ ബി നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി മാർക്കായിരിക്കും ഇട്ട് കൊടുക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദിസ് എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എക്സാക്ട്ലി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളതായിരിക്കും. അപ്പോൾ മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.